വിദേശത്ത് നിന്ന് ഒഴുകുന്ന ഫണ്ടുകൾക്ക് പൂട്ടിടാൻ കേന്ദ്ര സർക്കാർ തയ്യാറെടുക്കുമ്പോൾ പ്രതിപക്ഷത്തിന് ഇത്രത്തോളം വെപ്രാളം എന്തിനാണ്? രാജ്യവിരുദ്ധമായി പ്രവർത്തിക്കുന്ന NGO-കളെ സംരക്ഷിക്കാൻ കോൺഗ്രസ് നടത്തുന്ന കള്ളക്കളികൾ രാജ്യം ചർച്ച ചെയ്യുമ്പോഴാണ് മലയാളികൾ കാത്തിരുന്ന ആ ചരിത്ര പ്രഖ്യാപനം ഇന്ന് പാർലമെന്റിൽ നടക്കാൻ പോകുന്നത്. അതെ, നമ്മുടെ സംസ്ഥാനത്തിന്റെ പേര് ഔദ്യോഗികമായി മാറ്റാനുള്ള നിർണായക ബില്ലുമായി ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇന്ന് സഭയിലെത്തുകയാണ്. പാർലമെന്റിന്റെ വർഷകാല സമ്മേളനവും അവസാനിക്കാൻ ഇനി വെറും 4 പ്രവൃത്തി ദിനങ്ങൾ മാത്രം ബാക്കി നിൽക്കുകയാണ് സുപ്രധാനമായ പല ബില്ലുകളും സഭയുടെ പരിഗണനയ്ക്ക് വരുന്നത്. ഇതിൽ പ്രതിപക്ഷത്തിന്റെ ഉറക്കം കെടുത്തുന്നത് പ്രധാനമായും വിദേശ സംഭാവന നിയന്ത്രണ നിയമ ഭേദഗതി അഥവാ FCRA ബില്ലാണ്. വിദേശത്ത് നിന്നും കോടിക്കണക്കിന് രൂപ ഫണ്ട് വാങ്ങി രാജ്യത്തിനെതിരെ പ്രവർത്തിക്കുന്ന NGO-കളെയും മറ്റ് രാജ്യവിരുദ്ധ സംഘടനകളെയും പൂർണ്ണമായും പൂട്ടാൻ ലക്ഷ്യമിട്ടിട്ടുള്ളതാണ് ഈ നിയമം. എന്നാൽ ഈ ബില്ല് പാർലമെന്റിൽ കൊണ്ടുവന്നാൽ എന്ത് വില കൊടുത്തും ചെറുത്ത് തോൽപ്പിക്കുമെന്നാണ് കോൺഗ്രസിന്റെ വെല്ലുവിളി. മല്ലികാർജുൻ ഖാർഗെയും KC വേണുഗോപാലും ഉൾപ്പെടെയുള്ള പ്രതിപക്ഷ നേതാക്കൾ ഇതിനകം തന്നെ ബില്ലിനെതിരെ പരസ്യമായി രംഗത്ത് വന്നിട്ടുണ്ട്. വിദേശ രാജ്യങ്ങളിൽ നിന്നും ഒഴുകുന്ന പണം തടയുമ്പോൾ കോൺഗ്രസിന് ഇത്രത്തോളം പൊള്ളുന്നത് ആരെ സംരക്ഷിക്കാനാണെന്ന ചോദ്യമാണ് ഇപ്പോൾ ഉയരുന്നത്. വിദേശ ഫണ്ടിംഗ് മേൽ കടുത്ത നിയന്ത്രണങ്ങൾ കൊണ്ടുവന്ന് രാജ്യവിരുദ്ധ ശക്തികളുടെ നട്ടലൊടിക്കുക എന്നത് മോദി സർക്കാരിന്റെ പ്രഖ്യാപിത ലക്ഷ്യമാണ്. അതിൽ പ്രതിപക്ഷം എത്ര ഭീഷണി മുഴക്കിയാലും സർക്കാർ പിന്നോട്ട് പോകില്ലെന്ന് വ്യക്തമാണ്. ഇതിനൊപ്പം പ്രതിപക്ഷം ശക്തമായി എതിർക്കുന്ന മണ്ഡല പുനർനിർണയ ബില്ലും വരും ദിവസങ്ങളിൽ തന്നെ സർക്കാരിന്റെ പരിഗണനയിലുണ്ട്. അത് പരിഗണിക്കുകയും ചെയ്യും. ദേശീയ രാഷ്ട്രീയത്തിലെ ഈ തീപാറുന്ന പോരാട്ടങ്ങൾക്കിടയിലാണ് മലയാളികൾക്ക് വൈകാരികമായി ഏറെ അടുപ്പമുള്ള ആ സുപ്രധാന ബില്ല് അമിത്ഷാ ഇന്ന് അവതരിപ്പിക്കുന്നത്. ഭരണഘടനയിൽ കേരള എന്നുള്ളത് മാറ്റി ഔദ്യോഗികമായി കേരളം എന്നാക്കി മാറ്റാനുള്ള ചരിത്രപരമായ ബില്ലാണ് ഇന്ന് സഭയുടെ അംഗീകാരത്തിനായി എത്തുന്നത്. വിദേശ ഫണ്ടിംഗ് നിയന്ത്രിക്കുന്ന FCRA ബില്ലും മണ്ഡല പുനർനിർണയ ബില്ലും എന്തിന് കേരളത്തിന്റെ പേര് മാറ്റുന്ന ബിൽ പോലും എതിർത്തുകൊണ്ട് വരും ദിവസങ്ങളിൽ പാർലമെന്റിൽ വലിയ പ്രക്ഷോഭം തന്നെ കോൺഗ്രസ് സൃഷ്ടിക്കുമെന്ന് ഉറപ്പാണ്. BJP കൊണ്ടുവരുന്ന എന്തിനേയും അത് BJP കൊണ്ടുവരുന്നത് കൊണ്ട് മാത്രം എതിർക്കുക, അതാണല്ലോ അവരുടെ ഒരു രീതി. അത്ര തന്നെ. ന്യൂസ് ഡെസ്ക്.